ഒരു 2000-ൻ്റെ ആദ്യഘട്ടം വരെയാണ് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ ഇസ്ലാമിക് ഫെമിനിസം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യകാല ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ, ഇപ്പോൾ ആമിന വദൂദ് ആണെങ്കിലും ഫാത്തിമ മിർനിസി ആണെങ്കിലും ഒക്കെ തന്നെ ഒരു 2003-2004 വരെയൊക്കെ അവർ ഇസ്ലാമിക് ഫെമിനിസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നീട് ഈ രണ്ട് വാക്കും ഒരു ഓക്സിമറൺ ആണെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി ഇപ്പം നേരത്തെ ഇക്വാലിറ്റീനെ കുറിച്ച് പറഞ്ഞു, തുല്യതയല്ല മതത്തിൽ, ഇറ്റ്സ് ബേസിക്കലി ഇക്വിറ്റി അല്ലേ, നീതിബോധമാണ്. ഇപ്പം കുറച്ചുകൂടി ഇൻക്ലൂസീവായിട്ട് മുസ്ലിമാ തിയോളജി എന്നുള്ളൊരു ഡിസിപ്ലിനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനർത്ഥം ഇത് പഠിക്കുന്നവരൊക്കെ ഫെമിനിസ്റ്റ് ആണെന്നല്ല, മറിച്ച് മുസ്ലിമാ തിയോളജി എന്ന് പറയുമ്പം നമ്മൾ ടെക്സ്റ്റിനുള്ളിലെ ജെൻഡർ ജസ്റ്റിസ്, ഞാൻ വീണ്ടും പറയുന്ന ഇക്വാലിറ്റി അല്ല ജസ്റ്റിസ്. അപ്പം ഈ മുസ്ലിമാ തിയോളജിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ട്രഡീഷണൽ ഇസ്ലാമിൽ നിന്ന് വരുന്ന ആൾക്കാർ, അതായത് ഖുറാനും ഫിഖും ഹദീസും ഒക്കെ ഒതൻറ്റിക്കലി സോഴ്സായിട്ട്, നമ്മൾ ഇസ്ലാമിക് ഫെമിനിസത്തിൻ്റെ ആദ്യകാല എഴുത്തുകളൊക്കെ തന്നെ യൂറോപ്യൻ സ്ത്രീകളായിരുന്നു, അതായത് യൂറോപ്പിൽ പഠിച്ച് പിന്നീട് ഖുറാൻ പഠിച്ച സ്ത്രീകളായിരുന്നു. പക്ഷേ മുസ്ലിമ തിയോളജി ഈസ് മോർ ഇൻക്ലൂസീവ്. ഇപ്പോൾ ഈ ഒരു ഓക്സിമറൺ എന്നുള്ളൊരു ഇതിനകത്തേക്ക് മാറി കുറച്ചുകൂടി സ്കോളർഷിപ്പ് വളർന്നു വന്നിട്ടുണ്ട് എന്ന് കൂടി ആഡ് ചെയ്യാനുണ്ട്.